രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ അത്യപൂർവ നടപടി. അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും രാഹുൽ ഒപ്പിട്ടില്ല. രാഹുൽ ഒപ്പിടാതെ നിസ്സഹകരിച്ചു എന്ന് ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. വിഷയം 3 കേസുകളിലും കോടതിയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. CK അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് ഈ മെമ്മോയിൽ ഒപ്പിടാതെ നിസ്സഹകരണം തുടരുന്നത്? ഈ എല്ലാ കേസുകളിലും ഇത് തന്നെയാണോ അവസ്ഥ? വിശദാംശങ്ങൾ എന്താ അഭിലാൽ? ഗുഡ് മോർണിംഗ്. ഇന്ന കേസ് പ്രകാരം, ഇന്ന പരാതി പ്രകാരം രജിസ്റ്റർ ചെയ്ത ഇന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള താങ്കളെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അറസ്റ്റ് മെമ്മോയുടെ ഉള്ളടക്കം. ഒപ്പം തന്നെ ഇൻസ്പെക്ഷൻ മെമ്മോയും ഉണ്ട്. സമാന സ്വഭാവത്തിലുള്ള മറ്റ് ചില പരിശോധനകൾ കൂടി ഉൾപ്പെടുത്തതാണ് ഇൻസ്പെക്ഷൻ മെമ്മോ. ഈ 2 മെമ്മോകളിലും പ്രതിയായിട്ടുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ ഒപ്പ് രേഖപ്പെടുത്തണം. ഇതാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം. മുൻപ് രാഷ്ട്രീയപരമായ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വേളയിലൊക്കെ തന്നെ രാഹുൽ സമാനമായ മെമ്മോകളിൽ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി നിസ്സഹകരിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അടുത്ത പോംവഴി എന്നുള്ള നിലയിൽ ഗസറ്റഡ് ഓഫീസർ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലത്തേക്ക് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ രാഹുലിനോട് അറസ്റ്റ് മെമ്മോയിലും ഒപ്പം തന്നെ ഇൻസ്പെക്ഷൻ മെമ്മോയിലും ഒപ്പ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം നിസ്സഹകരണം തുടർന്നു. ചുരുക്കത്തിൽ രാഹുൽ ഈ 2 മെമ്മോയിലും ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ തന്നെ സാന്നിധ്യത്തിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. മറ്റൊന്ന്, ഈ വസ്ത്രങ്ങളുമായി ബന്ധുക്കളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുന്ന ഘട്ടമുണ്ടായി. ആ ഘട്ടത്തിൽ അറസ്റ്റ് വിവരം തങ്ങളെ അറിയിച്ചു എന്നുള്ളത് രേഖാമൂലം അവരുടെ പക്കൽ നിന്നും എഴുതി വാങ്ങുകയും ചെയ്തു. നമുക്ക് റിമാൻഡ് റിപ്പോർട്ട് പല ഘട്ടത്തിലും പല കേസുകളുമായി ബന്ധപ്പെട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന കേസിൽ പ്രതിയാക്കപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം ഇന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് ബന്ധുക്കളെ അറിയിച്ചു, അഭിഭാഷകനെ അറിയിച്ചു എന്നൊക്കെ അതിന്റെ ഉള്ളടക്കമായി വരാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കരുതൽ അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊബൈൽ ഫോണിൽ വിളിച്ചു വരുത്തി വിളിച്ച് അറിയിച്ചു എന്നുള്ളതല്ല, മറിച്ച് രാഹുലിന് ആവശ്യമായ വസ്ത്രങ്ങളുമായി എത്തിയ ബന്ധുവിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് വിവരം തനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടി എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പ് രേഖപ്പെടുത്താതെയും ഇൻസ്പെക്ഷൻ മെമ്മോയിൽ ഒപ്പ് രേഖപ്പെടുത്താതെയും നിസ്സഹകരിക്കുന്നത് മുൻപ് ഈ സമീപകാലത്ത് എപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ചുരുക്കത്തിൽ രാഹുലിനുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ കേസുകൾ 3 ഉണ്ട്. ആ 3മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഘട്ടത്തിൽ ഈ നിയമനിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള ഒരാൾ, നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല അവഗാഹമുള്ള ആൾ ഇത്തരത്തിലുള്ള നടപടികളുമായി സഹകരിക്കാതിരിക്കുന്നു എന്നുള്ള വിഷയം പ്രോസിക്യൂഷൻ ഉന്നയിക്കും. ഇന്ന് തിരുവല്ല കോടതിയിൽ രാഹുലിനെ ഹാജരാക്കുന്ന വേളയിൽ ഒരുപക്ഷെ രാഹുലിന്റെ ജാമ്യ ഹർജി കൂടി പരിഗണിക്കപ്പെടുന്ന ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധിയായിരിക്കുന്നയാൾ ഇത്തരത്തിൽ മെമ്മോയിൽ ഒപ്പിടാതിരിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് 4 മാസത്തോളമായി ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഹുലിന്റെ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലുണ്ട്. രാഹുലിനെതിരായ കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി തവണ അഭിഭാഷകനുമായി നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഇദ്ദേഹം ഇത്തരത്തിലൊരു വളരെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഴുത് ഇതുമൂലം ലഭ്യമാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു പരിശോധന കൂടി അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ മുൻപ് ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പെട്ട പ്രതികൾ ആരും തന്നെ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് രാഹുൽ ഈ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ളത് അജ്ഞാതമാണ്. എന്തായാലും ഈ വിഷയം അടക്കം 3 കേസുകളിലും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കും. 21-ാം തീയതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ആ കേസിന്റെ ഹർജി കൂടി പരിഗണിക്കപ്പെടുകയാണ്. മുൻകൂർ ജാമ്യ ഹർജി 21-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടമുണ്ട്. ഒപ്പം തന്നെ തിരുവല്ല കോടതിയിൽ സമീപ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പരിഗണിക്കപ്പെടുന്ന വേളയിൽ അടക്കം രാഹുൽ നിയമസഭയിൽ അംഗമായിരുന്നിട്ട് കൂടി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ധാരണ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ പ്രൊസീജിയർ, അതായത് അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുമായി ഒട്ടും സഹകരിച്ചില്ല എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. ശരി, CK അഭിലാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇൻസ്പെക്ഷൻ മെമ്മോയിലും അറസ്റ്റ് മെമ്മോയിലും ഒപ്പ് രേഖപ്പെടുത്താതെ വിയോജിപ്പ് നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുപോലെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷയ്ക്കായി പ്രതിയെ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് CK അഭിലാൽ പങ്കുവച്ചത്. അഭിലാലിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.